എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞായറാഴ്ച കേട്ടോ. അപ്പം ഞാൻ 6:45 പക്ഷേ മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 8 മണി 8:15. അപ്പം എന്തായാലും കുളിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ 8:45 കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഇർഫു കാലത്ത് തന്നെ ഇട്ടിട്ട് അവൻ്റെതായ കോപ്രാട്ടികൾ എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുക്കളയിൽ പോകാം കേട്ടോ. അടുക്കളയിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണതെന്ന് വെച്ചാൽ പുട്ടും കിഴങ്ങുണ്ട്. കിഴങ്ങ് കറിയാണ്, മഞ്ഞക്കറി ഇല്ലേ, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിക്കാം. 2 വിസിലടിച്ചുള്ളൂ കേട്ടോ. അപ്പോഴേക്കും വലിയതായിട്ട് വെന്തില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടാ. അതിന് വേണ്ടി നമ്മൾ സവാള അരിഞ്ഞെടുക്കേണ്ട. നമ്മൾ സാധാ മഞ്ഞക്കറി ഉണ്ടാക്കുമല്ലോ പുട്ടിന് കിഴങ്ങിന്, അത് നമ്മൾ കടുകിട്ടിട്ട് പിന്നെ സവാള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വേപ്പിലയും മല്ലിത്തൈ ഇടണ്ട് കേട്ടോ. മല്ലിത്തൈയൊക്കെ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അതങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പുട്ടിനുള്ള ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുട്ട് നമ്മൾ ശരിയായിട്ടുണ്ട്. അങ്ങനെ പുട്ട് വേഗം വാട്ടിയെടുക്കാം കേട്ടോ. പുട്ട് നമ്മൾ മിക്സിലിട്ട് അടിക്കേണ്ട ചെയ്യണേ. അപ്പോഴേക്കും നമ്മളെ കിഴങ്ങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ സെറ്റാക്കി വെക്കുമല്ലോ, അതുകൊണ്ട് വലിയ പാടില്ല. അപ്പോൾ നമ്മൾ കടുകിടാം, നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ സവാള ഇടാം കേട്ടോ. സവാള ഇട്ടിട്ട് കുറച്ച് ഓയിലും കൂടെ വെച്ചിട്ട് നല്ലോണം വഴറ്റാം. നമുക്ക് മിക്സിൽ നമ്മൾ ചതച്ചിട്ടാണല്ലോ, മിക്സി ചതച്ചിട്ടല്ല അരച്ചിട്ടാണല്ലോ, പൊടിച്ചിട്ടാണല്ലോ ഇത് പുട്ടിൻ്റെ പൊടി സെറ്റാക്കാറ്. അപ്പോൾ അതങ്ങനെ സെറ്റാക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. കറിയിൽ നമ്മൾ ഗരം മസാല, മുളക് പൊടി ഒന്നും ഉപയോഗിക്കില്ല. മുളക് പൊടിക്ക് അതിന് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും അങ്ങനെ ഇട്ടിട്ട് കുറച്ച് മല്ലിത്തൈയും വേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇവിടെ കിഴങ്ങ് കറി സെറ്റായിട്ടുണ്ട്. അവിടെ കുറച്ച് നമുക്ക് കട്ട കൂട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ കുറച്ച് ലൂസാക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുറേ നേരം ഇരിക്കുമ്പോഴേക്കും അത് ഒന്നും കൂടെ കട്ടാവും കേട്ടോ. അപ്പോഴേക്കും പുട്ട് അവിടെ ആയിക്കൊണ്ടിരിക്കേണ്ട. പുട്ട് അവിടെ ഞാൻ കുത്തിക്കൊണ്ടിരിക്കേണ്ടേ. പുട്ട് എപ്പോഴും ഞാൻ കുത്തുമ്പോൾ ശരിയാവാറില്ല, ഒക്കെ പൊടിഞ്ഞ് പോവാറായിട്ട് ചെയ്യേണ്ടത്. അപ്പോഴും നമ്മൾ ചായ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് വേഗം കൂടെ കഴിക്കാൻ കൊടുത്തപ്പം തന്നെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇവർ കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 11 മണി 12 മണിയൊക്കെ ആകും ഒറ്റ കഴിക്കാൻ കൊടുക്കല്ലേ. അപ്പോൾ അതേ സാബിക്ക ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ചിക്കൻ കൊണ്ടാട്ടമാണ് സാബിക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അത് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുക. അപ്പോൾ ഞാൻ അവരെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ചിക്കൻ നന്നാക്കാമെന്ന് കേട്ടോ. പാത്രമൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളെ ചിക്കൻ ഒന്ന് നല്ലോണം കഴുകിയിട്ട് പാത്രം കഴുകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ ആ പാത്രം കഴുകലൊക്കെ കഴിയുമ്പോഴേക്കും മസാലയൊക്കെ ആ ചിക്കന് പിടിച്ചോളുമല്ലോ. നമ്മൾ അതിൻ്റെ അകത്ത് ഇടുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് അരിപ്പൊടി ഇടണ്ടേ, പിന്നെ നമ്മളുടെ ഫുഡ് കളർ ഇടുന്നുണ്ട്, കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്, അത്ര ഇടണുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലോണം കുഴച്ച് വെക്കാം. കുഴച്ച് വെച്ചിട്ട് നല്ല ഫുഡ് കളറൊക്കെ ഇടുമ്പോൾ നല്ല കളറാവും കേട്ടോ, ചൊകാന്നിരിക്കും. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകലാണേ. അപ്പോൾ പാത്രം കഴുകി വരുമ്പോഴേക്കും നമ്മൾ ആ മസാലയൊക്കെ അങ്ങോട്ട് സെറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ വേഗം തന്നെ ആ പാത്രം കഴുകാം. പിന്നെ പാത്രം കഴുകി നമുക്ക് ഉള്ളി നന്നാക്കണം. നമുക്ക് ചിക്കൻ കൊണ്ടാട്ടത്തിന് ഉള്ളിയാണ് കേട്ടോ. ഉള്ളിയും ഉണക്കമുളകും നല്ലോണം ചതച്ചിട്ട് ഇതാക്കണത്. പിന്നെ അപ്പോഴേക്കും നമ്മൾ പാത്രമൊക്കെ കഴിയുമ്പോഴേക്കും ഞാനത് വറുക്കാനിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അടി പിടിക്കും. അപ്പോൾ നമുക്ക് ഉള്ളി വേഗം അരിഞ്ഞെടുക്കാം. ഉള്ളി അരിയാനും ഉള്ളിയും പിന്നെ വെളുത്തുള്ളി അരിയാണ് വേഗം മധുരമുള്ളൂ കേട്ടോ. ഭയങ്കര പാടാണ്, കുറേ ടൈമുണ്ട്. ഇത് കുറച്ചും കൂടെ വലിപ്പമുള്ള ഉള്ളിയാണ്, അതാണ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മൾ ഗ്യാസിൻ്റെ പണി കുറ്റം കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ബുക്ക് ചെയ്തിട്ടാണ്, പക്ഷെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ പൊളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഗ്യാസ് തീർന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് അടുപ്പത്ത് ഉണ്ടാക്കാം. അടുപ്പത്ത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അടുപ്പത്ത് ഇങ്ങനെ പുകഞ്ഞെടുക്കുന്ന ആരം കൊണ്ടേ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇന്ന് എന്താണെന്നാവും, ഇന്നൊരു വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഭാഗ്യത്തിന്. ഇപ്പം തന്നെ ഒരു 12:45 ആയിട്ടുണ്ടാകും ഇത് സെറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ വേഗം അടുപ്പൊക്കെ കത്തി പുകയൊന്നും വന്നില്ല കേട്ടോ. പുക പുറത്തോട്ട് എടുത്തില്ല. അതുകൊണ്ട് കൊണ്ട് കറിയൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. നമ്മളെ ചോറും സെറ്റായിട്ട് റേഷൻ അരി ആരം കൊണ്ട് ചെറുതായിട്ട് തിളച്ചപ്പോഴേക്കും ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ്. അപ്പോഴേക്കും നമ്മളെ ചോറും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ പിന്നെ കാലത്തെ കുറച്ച് കിഴങ്ങ് കറി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കൊണ്ടിട്ടും പിന്നെ ഇന്നലത്തെ കുറച്ച് മോര് കറി ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവശതായി. ഒന്നാമത്തെ ഊതി വയ്യാണ്ടായേ. എന്നുവെച്ചാൽ വലിയ ഊത്തൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അടുപ്പിലങ്ങനെ വെക്കാറില്ലല്ലോ. അപ്പോൾ അതാരം കൊണ്ട് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അന്ന് സ്റ്റഡ് കുത്തിയ വേദന പിന്നെ തലവേദന ഒക്കെ കൂടി ആയിട്ട് ഒട്ടും വയ്യായിരുന്നു. ഇർഫ് എന്താണ് ഇപ്പോൾ കരയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നാളെ സ്കൂളില്ലേ. അപ്പോൾ സ്കൂളിൽ പോകാൻ പേടിയാണെന്നും പറഞ്ഞാണ്ട് കരയണേ. അപ്പോൾ എന്തൊരു സൗണ്ട് കേൾക്കണ്ടേ. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് ആളിങ്ങനെ നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.